ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയത്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗം വൈകിട്ടാണ് നടക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് അറിയിച്ചു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് ഇതിനോടകം വലിയ വിവാദമായിട്ടുണ്ട്, രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കും? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരാനിരിക്കെയാണ് ഈ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ഗൗരവമേറിയ വിഷയമായതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരിക്കും ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം നടത്തുന്നത്. ഇതെങ്ങനെ ചോദ്യപേപ്പർ ചോർന്നു, ഈ യൂട്യൂബ് ചാനലുകൾക്ക് എങ്ങനെ ഈ ചോദ്യപേപ്പർ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സൈബർ വിദഗ്ധരുടെ സഹായമടക്കം തേടിക്കൊണ്ടുള്ള അന്വേഷണമായിരിക്കും നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. കാരണം വളരെ ഗൗരവത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തെ കാണുന്നത്. ക്രിസ്മസ് പരീക്ഷയുടെ മാത്രമല്ല, നേരത്തെ നടന്ന ഓണപരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമായി വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നുണ്ട്. കാരണം ഈ ക്രിസ്മസ് ഓണപരീക്ഷകൾ ചോരുന്ന അത് മറ്റ് പരീക്ഷ പോലെ, വലിയ പരീക്ഷ പോലെ അത്രത്തോളം ഗൗരവം വേണ്ട എന്നുള്ള തരത്തിലല്ല നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള അതേ ഗൗരവത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ കാണുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കം ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും വകുപ്പ് തലത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. പ്രത്യേക സമിതിയെ നിയോഗിച്ച വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം നടത്തുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ട കാര്യം. നേരത്തെ ഈ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ സമിതി അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. ബിനോയ് വിശ്വം ഉൾപ്പെടെ പരസ്യമായി അക്കാര്യം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൂടി ശക്തമായൊരു നടപടിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഇതിൽ ഉത്തരവാദികളായി കാണുന്നവരിൽ അധ്യാപകരുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വകാര്യ ട്യൂഷൻ നടത്തുന്ന അധ്യാപകർ ഇത്തരത്തിൽ ഉത്തരക്കടലാസുകൾ ചോർത്തി നൽകിയെന്ന പ്രാഥമിക വിവരം വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലും അന്വേഷണം നടക്കും. എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് ഈ യോഗം. യോഗശേഷം ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി പ്രതീഷ്, എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗം ഇന്ന് വൈകിട്ട് ചേരാനിരിക്കുന്നുണ്ട്.